ഈ സിനിമയിൽ പിന്നെ എനിക്ക് തോന്നിയത് ഇപ്പൊ നമുക്കൊരു നല്ല കാര്യം ഉണ്ടാവുന്ന ടൈമില് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള് നമ്മളെ അവിടെ നമ്മൾ അടിച്ച് താഴ്ത്താനും ഉണ്ടാവും. അതെനിക്ക് ശരിക്കും ചേച്ചിയുടെ ഒരു റിയൽ ലൈഫായിട്ട് നോക്കുകയാണെങ്കിലും അവിടെ വായിച്ച അതിനൊരു സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് തോന്നിയിരുന്നില്ലേ? എനിക്ക് പേഴ്സണലി തോന്നിയത് ശരിക്കും റീമ ചേച്ചിയുടെ റിയൽ ലൈഫായിട്ട് ബന്ധമുണ്ടല്ലോ. അതായത് ഈ ഒരു ഇപ്പൊ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ന്യൂസ് വരുന്നു, അതിനെ കുറിച്ച് എല്ലാവരും പല രീതിയിൽ കമന്റ് ചെയ്ത് അത് വേറെ വഴിക്ക് പോയി, ഇത് കറങ്ങി തിരിഞ്ഞത് വരുമ്പോൾ വേറെന്തോ ആയി, നമ്മൾ ഉദ്ദേശിച്ചതും പറഞ്ഞതുമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു സ്പേസിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതിന് നടക്ക് നിന്നിട്ടുണ്ട്. റീസെന്റ് വന്ന അലിഗേഷൻ ആണെങ്കിൽ പോലും പിന്നെ ഇഷ്ടം പോലെ അത് നമുക്ക് ലൈക്ക് നമുക്ക് ഹേർട്ട് ആവും. ബിക്കോസ് നമ്മൾ വിശ്വസിക്കുന്ന ഈ പറയുന്ന ഈ മീഡിയ, നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളെ അറിയുന്ന ആളുകൾ അത് അപ്പൊ അതൊരു ജോലി മാത്രമാവാണ്. അപ്പൊ അവിടെ ശരിക്കും ഈ റിയാലിറ്റി എന്താണ്, ഈ മിത്ത് എന്താണ്, സത്യം എന്താണ്, മിഥ്യം എന്താണ്, പെർസ്പെക്റ്റീവ് ആണോ, സബ്ജക്റ്റീവ് ആണോ, ഇത് ഒബ്ജക്റ്റീവ് ആണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം വരികയാണല്ലോ. പണ്ട് നമ്മൾ മീഡിയയിൽ ഒരു ന്യൂസ് വരുമ്പോൾ അത് ലൈക്ക് യുനോ ഒരു എഡിറ്റോറിയൽ, അല്ലെങ്കിൽ എഡിറ്റോറിയൽ ഇസ് മോർ സബ്ജക്റ്റീവ് ഒപ്പീനിയൻസ്. അതല്ലാതെ ഞാൻ പറയുന്നത് ഒരു ന്യൂസ് ഐറ്റം, നമ്മൾ റിപ്പോർട്ടേജ് എന്ന് പറയുന്നതിന് ഭയങ്കര വാല്യൂ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അത് സത്യമായിരിക്കും എന്ന് നമുക്ക് 100% വിശ്വസിക്കാം. ഇന്ന് അങ്ങനെയല്ല. അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് മീഡിയ പോകുന്നു എന്നുള്ളത് നമ്മളൊരു ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന നമ്മുടെ രാജ്യത്ത് ജുഡീഷ്യറിക്ക്, എക്സിക്യൂട്ടീവിനും ലെജിസ്ലേറ്റീവിനും ഒപ്പം തന്നെ കാണുന്ന ഒരു ഫോർത്ത് പില്ലറായി നമ്മൾ മീഡിയയെ കാണുന്ന ഒരു പോയിന്റിൽ അത് ഈ പോസ്റ്റ് ട്രൂത്ത് എറയിൽ നമ്മളൊരു ന്യൂസ് ഐറ്റം കാണുമ്പോൾ അത് സത്യമാണോ നുണയാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ വളരെ ഒരു ഡൈസി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണല്ലോ. അത് പണ്ട് ഉണ്ടായിരുന്നില്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. മീഡിയ ഹാഡ് അത്രയും ക്രെഡിബിലിറ്റി. സോ ഇറ്റ് ഈസ് എ വെരി 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 ട്രിക്കി സ്പേസ് ടു ലിവ് ഇൻ. പിന്നെ AI കൂടിയൊക്കെ വരുമ്പോൾ നമുക്കൊരു ഫോട്ടോ പോലും നമ്മൾ വായിക്കുന്നതൊക്കെ പോട്ടെ, റിപ്പോർട്ടേജ് പോട്ടെ, നമ്മൾ കാണുന്ന ഒരു ഫോട്ടോ ഇത് ശരിക്കുള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് ഇച്ചിരി സ്കേറിയുമാണ്. എന്നാൽ ഈ അവയർനെസ് അബൌട്ട് യുനോ വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് അവിടെ ഒരു ഡെക്കോറം എല്ലാം വരണം എന്നുള്ളതിന്റെ അതിന്റെ ഒരു തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ആ ഒരു ലോകത്തിന്റെ തുടക്കത്തിൽ. സോ ആ സ്പേസിൽ ഈ മൂവി ഭയങ്കര റെലവെന്റ് ആണ് അങ്ങനെ നോക്കുമ്പോൾ. അതിനകത്ത് നമ്മുടെ മീരയ്ക്ക് ആ സമയത്ത് ഒരു റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ റിയൽ ലൈഫിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഒരു ഓപ്പൺ ആയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക്, ബിക്കോസ് ഇത് ഒരാളല്ലല്ലോ. ഇത് വൈറൽ ആവുന്നത് എങ്ങനെയാണ്, എല്ലാവരുടെയും പെർസ്പെക്ടിവ്സ് ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇത് വൈറൽ ആവുന്നത്. അബൌട്ട് ഹ്യൂമാനിറ്റി, അബൌട്ട് ഹ്യൂമൻ റേസ് ആൻഡ് ദിസ് പെർട്ടിക്കുലർ ജംഗ്ഷൻ ദാറ്റ് വി ആർ ആസ് ഹ്യൂമൻ ബീയിങ്സ്. ഈ എവല്യൂഷണറി സ്പേസിൽ ടെക്നോളജി വന്ന് ഇടിച്ചു നിൽക്കുന്ന വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുറച്ച് മോർ അഡ്വാൻസ്ഡ് ആയി പോയി. അല്ല, ഇത് വന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചാലഞ്ച്. ഇത് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് ഇത് ഇത്രയും വ്യാപിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന്റെ ചേഞ്ചിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ് നമ്മൾ. അപ്പോൾ ആ ചേഞ്ചിന്റെ ഏറ്റവും നല്ല വശങ്ങളും പൊട്ടവശങ്ങളും എല്ലാം അനുഭവിക്കുന്നത് നമ്മളാണ്. വിച്ച് ഈസ് ഇൻ എ വേ കൂൾ ഓൾസോ. ഓക്കെ, അപ്പോ നമ്മുടെ ഈ സിനിമയില് ഇപ്പൊ മീര ആവട്ടെ, മീരനെ കാണുമ്പോ എനിക്ക് ചിലപ്പോ മിസ് ചെയ്തത് കുറച്ച് ഓടിച്ചാടി നടന്ന ഒരു ഇപ്പൊ ഡയാന, ടീന, ടീനയൊക്കെ ഭയങ്കര ഒച്ച വെച്ച് ഉള്ളിത്തേലല്ലേ. അതുപോലെ അങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ മിസ് ചെയ്യണില്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാണല്ലോ, ഓബ്വിയസ്ലി നമ്മൾ ഈ കാണുന്ന എനിക്ക് അതും കൂടിയൊക്കെയാണ് നമ്മൾ ഈ ആക്ടിവിസ്റ്റിലേക്ക് ഒതുക്കുമ്പോ ഉണ്ടാവുന്നത്. അത് മാത്രമാണ് നമ്മളിന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണല്ലോ. അങ്ങനെ ഒരാളുണ്ടാവില്ലല്ലോ അത് മാത്രമായിട്ട്. നമ്മൾക്ക് എല്ലാവർക്കും ഇതിന്റെ അപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ ഫോർ ഷുവർ. അപ്പോ ആൻഡ് അത് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്ന, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന, ഞാൻ വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന അതാണ് നല്ലൊരു സ്ഥലമുണ്ട് വേറെ. നിങ്ങൾ വിചാരിക്കുന്ന ഫെമിനിറ്റി ഒന്നും അല്ല, അങ്ങനല്ല. അത് മാത്രം ചെയ്യുന്ന റോൾസ് അല്ല, എന്നെ കൊണ്ട് എല്ലാം പറ്റും. ഞാൻ പറഞ്ഞത്
അത് എന്റെ നല്ല ഭാഗത്തിന്റെ ഭാഗമാണ്. ഞാൻ ഫെമിനിസ്റ്റ് ആണെന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞ റോൾസ് ചെയ്യുമ്പോ ആ സ്പേസിൽ മാത്രം. ആസ് an artist I would want to explore everything, right? Like I want to experience, I want to do like an all out negative character, dark character, like No Country for Old Men, evil, like that അങ്ങനത്തെ സൈക്കോ. കുട്ടി ഉണർന്നു. I want to go into that space maybe, or like do an out and out comedy to alle namakku and I'm sure I'm speaking for a lot of female actors here when I say this. ഇത് എനിക്ക് ഞാൻ മാത്രമല്ല, എല്ലാവരും ആ ടൈപ്പ് കാസ്റ്റ് നമ്മൾ എന്നും കാണുന്ന ആ സ്പേസിൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയാൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് കാണുന്നവർക്കും ഇപ്പൊ നമ്മൾ ലോകം കാണുകയാണല്ലോ, ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ആളുകൾക്ക് താല്പര്യമുണ്ട് കാണാനായിട്ട്. ഐ തിങ്ക് ഇൻഡസ്ട്രിയുടെ ഉള്ളിലും കൂടെ അങ്ങനത്തെ നറേറ്റീവ്സിനും അങ്ങനത്തെ സ്റ്റോറീസിനും അങ്ങനത്തെ ടീമുകൾക്കും ബാക്കിങ്ങും സപ്പോർട്ടും ഫണ്ട്സും ഫീമെയിൽ വോയിസ് ഭയങ്കര ലൗഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം കൂടിയാണ്. There is an audience. It's been proven with numbers. അതെ, you always ask for numbers. It's been delivered. So let's see. Okay, എന്തായാലും അത് അടിപൊളിയാവട്ടെ. ഞാൻ എന്നോട് ചോദിക്കട്ടെ, നേരത്തെ പെട്ടെന്ന് ഉണർന്നത് കൊണ്ട് അതോടൊക്കെ ചോദിച്ചിട്ട് നമുക്കിത് റാപ്പ് ചെയ്യാം, കാരണം നിങ്ങൾക്ക് ഇനിയും ഇന്റർവ്യൂസ് ഇല്ലേ, ഇഷ്ടം പോലെ ഇല്ലേ. ഓക്കെ, ആനിന് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്തായിരുന്നു നമ്മുടെ ഫിലിം സെറ്റില് റീം ചേച്ചിയുടെ? I think patience. To like actually around 3 hours to 4 hours makeup prosthetics ഉണ്ട്. അതെ, പേഷ്യൻസ് ഉണ്ട്, അത് നമുക്കിന്ന് മനസ്സിലാവുന്നുണ്ട്. പാവം രാവിലെ തൊട്ട് ഇങ്ങനെ നിൽക്കുമ്പോ പേഷ്യൻസ്. അപ്പൊ ഇത് എവറി ഡേ യു ഹാവ് ടു ഡു ദിസ്. അപ്പൊ ഞാൻ ചുമ്മാ ഒരു കിറ്റ് എടുത്ത് ഇട്ടാൽ മതി, അപ്പൊ ഐ ക്യാൻ സീ ഹെർ. നമ്മൾ കാണുകയാണ് ഇത് എവറി ഡേ ഹാപ്പനിങ്. റിമൂവ് ചെയ്യാനും and as an artist of course talent and everything, but this is also, as an artist this is part of my job. പോസ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റും എത്ര മേക്കപ്പ് വേണ്ടി വന്നിട്ടുണ്ടാവും ആ ഒരു ക്യാരക്ടറിന്റെ ഒരു സ്പേസിന് വേണ്ടിയിട്ടെന്ന്. സോ എന്തായാലും സൂപ്പർ ആവട്ടെ. ആൻഡ് ഞാൻ ഈ ഡയാനേനെയും ടീനേനെയും കാത്തിരിക്കുന്നു. അതേപോലെ ഞാൻ മിസ് ചെയ്യുന്നത് ശാരദ അമ്മിനെയാണ്. ഈ ക്യാരക്ടേഴ്സ് ഒക്കെ എല്ലാം ചെയ്യാൻ പറ്റട്ടെ. നമ്മുടെ തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി അത് ആൾക്കാരിലേക്ക് നല്ല രീതിയിൽ തന്നെ എത്തട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. ഒരുപാട് അവാർഡ്സിലേക്ക് ഇനിയും എത്തട്ടെ. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ടീം. Thank you so much.